ഇവിടെ കുട്ടികൾ പറിച്ചെടുത്ത പാഷൻ ഫ്രൂട്ട് 5 പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. 5 പേര് പറിച്ചെടുത്താണ് ഈ കാണുന്ന 5 പ്ലേറ്റിൽ. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയത് നമുക്ക് നോക്കിയാൽ കാണാം, മനസ്സിലാവും. ഈ 5 പേര് പറിച്ചെടുത്ത് ഒരാൾക്ക് ഇവിടെ 3 എണ്ണം കിട്ടിയിട്ടുള്ളൂ, ഇവിടെ ഒരാൾക്ക് 5 എണ്ണം കിട്ടിയിട്ടുള്ളൂ, ഇവിടെ ഒരാൾക്ക് 6 ആയിട്ടുണ്ട്, ഇവിടെ ഒരാൾക്ക് 4, ഇവിടെ ഒരാൾക്ക് 2 ഉള്ളൂ. ഇത് മിക്കവാറും ചെറിയ കുട്ടിക്ക് എത്തിയിട്ടുണ്ടാവില്ല, അവന് 2 എണ്ണം കിട്ടിയിട്ടുള്ളൂ. ഇത് ഏറ്റവും വലിയ കുട്ടിക്കായിരിക്കും ഇവിടെ 6 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലാണ്. അപ്പം നമ്മൾ സാധാരണ പിന്നെ ഇങ്ങനെ കുട്ടികൾ തമാശയ്ക്ക് വേണ്ടിയിട്ട് നെല്ലിക്ക പെറുക്കാൻ പോകും, മാങ്ങ പെറുക്കാൻ പോകും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് അവർ കളക്ട് ചെയ്തപ്പോൾ അവർക്ക് ഈ തുല്യമായിട്ടല്ല കിട്ടിയത്. അപ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും. ഈ ചെറിയ കുട്ടിക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും, എനിക്ക് 2 എണ്ണം കിട്ടിയിട്ടുള്ളൂ. ഈ വലിയ കുട്ടി എനിക്ക് 6 എണ്ണം കിട്ടിയല്ലോ എന്ന് അഹങ്കരിക്കുകയോ ചെയ്യും. പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികളുടെ ഒരു മര്യാദ എന്താണ്, അവരെല്ലാം തുല്യമായി വീതിക്കും. അവർ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭക്ഷണം ഇത് കഴിക്കാൻ തുടങ്ങുമ്പോൾ അവർ തുല്യമായി വീതിക്കും. അപ്പോൾ എങ്ങനെ തുല്യമായി വീതിക്കാറുള്ളത്? നമുക്ക് സാധാരണ അറിയാം, നമ്മളെ ഒരു കോമൺ സെൻസ് ലോജിക്ക് വെച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, ഈ വലിയ കുട്ടി കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ഇവിടെയും കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ഇവരൊന്ന് അതിലേക്ക് കൊടുക്കും. ഇവന് വേറെ ആർക്കും കുറവുണ്ടെങ്കിൽ അവർക്കും കൊടുക്കും. അപ്പോൾ നോക്കുക, ഇവിടുന്ന് ഒന്നെടുത്തിട്ട് ഇവിടെ കൊടുത്തു, അപ്പോൾ അവന് 3 എണ്ണമായി, ഇവിടെയും 3 എണ്ണം ഉണ്ട്. അപ്പോൾ തുല്യമായിട്ടില്ലല്ലോ, ഇല്ല. ഇനി ആർക്കാണ് കൂടുതലുള്ളത്? ഇവന് കൂടുതലുണ്ട്. ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ 4 എണ്ണമായി, ഇവിടെ 4 എണ്ണമായി, ഇവിടെ ഓൾറെഡി 4 എണ്ണം ഉള്ളത്, ഇവിടെ 3 എണ്ണം ഉള്ളൂ. അപ്പോൾ അതിലൊന്ന് വേണം. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് അവിടെ കൊടുത്താൽ എത്ര എണ്ണമായി നോക്കാം. 4 4 4 4 4 ആയിവ. ഓക്കെ, ഇതിപ്പോൾ വളരെ രസകരമായി അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ തുല്യമായി. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഫ്രണ്ട്സ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടുന്നോ അത് നമ്മൾ തുല്യമായി വീതിക്കും. ഈ 5 കുട്ടികൾക്ക് വളരെ സന്തോഷമായി, എല്ലാവർക്കും 4 എണ്ണം വീതം കിട്ടി. ഈ ചെറിയ കുട്ടിക്ക് 2 എണ്ണം ഉള്ളിരുന്നു, പക്ഷെ അതിപ്പോൾ 4 എണ്ണമായി. വലിയ കുട്ടി അവന് സന്തോഷം പങ്കിട്ടു, അവന് കിട്ടിയത് മറ്റു കുട്ടികൾക്ക് കൊടുത്തു. ഇപ്പം എല്ലാവർക്കും 4 എണ്ണം വീതമായി. ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ കുട്ടികൾ പാഷൻ ഫ്രൂട്ട് പറിച്ചെടുത്തപ്പോൾ അവർക്ക് ശരാശരി എത്ര പാഷൻ ഫ്രൂട്ട് കിട്ടിയെന്ന്, അല്ലെങ്കിൽ ആവറേജ് അവർ പറിച്ചെടുത്ത പാഷൻ ഫ്രൂട്ടിന്റെ ആവറേജ് എത്ര, ഒരു കുട്ടി പറിച്ചെടുത്ത ആവറേജ് പാഷൻ ഫ്രൂട്ട് എത്ര എന്ന് ചോദ്യം വന്നാൽ അതിന്റെ അർത്ഥമാണ് എല്ലാം ഈക്വൽ ആക്കിയപ്പോൾ എത്ര കിട്ടി, എല്ലാം ഈക്വലായി ചെയ്തപ്പോൾ 4 കിട്ടി, 4. അപ്പോൾ ഇതിന്റെ ആവറേജ് 4 ആണ്. ഇവർ പറിച്ചെടുത്തത് ആവറേജ് 4 പാഷൻ ഫ്രൂട്ട് എടുത്തത്. സത്യത്തിൽ ഇവിടെ എന്തായിരുന്നു, ഈ കുട്ടിക്കൂടെ 6 എണ്ണം ആയിരുന്നല്ലോ അല്ലെ, 6 എണ്ണം. ഈ കുട്ടിക്കൂടെ 5 എണ്ണം ആയിരുന്നു എന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഇപ്പൊ നമുക്ക് പറയുന്നു, നിങ്ങൾ എത്ര പാഷൻ ഫ്രൂട്ട് പറിച്ചെടുത്തു എന്ന് കുട്ടികളെ ചോദിച്ചാൽ ഒരു കുട്ടി പറയും 2 എണ്ണം, മറ്റേ കുട്ടി പറയും 3, വേറെ കുട്ടി പറയും 5, വേറെ കുട്ടി പറയും 6, വേറെ കുട്ടി 4. പല പല ആൻസറായി. ഒരൊറ്റ ആൻസറാണ് കിട്ടുക ആവറേജ് എന്ന് പറയുമ്പോൾ. ആവറേജ് ഞങ്ങൾ പറിച്ചെടുത്തത് എത്രയെന്ന് കുട്ടി പറയുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈക്വൽ ആക്കി വെച്ചു, ഇവിടെ നിന്ന് വെച്ചു, ഇവിടെ നിന്ന് എടുത്ത് വെച്ചു. ഇപ്പൊ എല്ലാം 4 എണ്ണമായി. ഇപ്പൊ പറയുന്നു ഞങ്ങൾ ആവറേജ് 4 പാഷൻ ഫ്രൂട്ട് പറിച്ചെടുത്തു. ഒരു കുട്ടിയുടെ ആവറേജ് പാഷൻ ഫ്രൂട്ട് 4 ആണ്. ഇതാണ് നമ്മൾ സാധാരണ തുല്യമായി വിധിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് വന്നു, എന്താണ് ആവറേജ്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പല പല എണ്ണങ്ങളാണ് കിട്ടിയത്, 2, 7, 6 അങ്ങനെ കിട്ടിയിരുന്നു. പക്ഷെ എല്ലാവരും കൂടി ഒരേപോലെ തുല്യമായി വീതിക്കുമ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് ആ നമ്പേഴ്സിന്റെ ആവറേജ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ ഇവിടെ ഇങ്ങനെ ആയിരുന്നു, ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാവർക്കും തുല്യമാക്കണം. തുല്യമാക്കിയിട്ട് എത്ര വരുന്നു അതാണ് ഇതിന്റെ ആവറേജ്. ഇപ്പോൾ ഇവിടെ 1 2 3 4 5 5 പ്ലേറ്റിലുണ്ട്. ഈ 5 പ്ലേറ്റിലുള്ളത് പല പല നമ്പേഴ്സാണ്. അപ്പോൾ തുല്യമാക്കിയ വരുന്നത് എന്താണോ അതാണ് ഒരു പ്ലേറ്റിലെ ആവറേജ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ പറയുമ്പോൾ അങ്ങനെ പറയാം, ഒരു പ്ലേറ്റിലെ ആവറേജ് എത്ര പാഷൻ ഫ്രൂട്ട്, ഒരു പ്ലേറ്റിലെ ആവറേജ് പാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ എല്ലാം തുല്യമാക്കണം. അപ്പോൾ ഇവിടുന്ന് എടുത്ത് 2 എണ്ണം ഇവിടെ വെച്ചു, ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചു, ഇപ്പം എല്ലാം തുല്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിൽ എത്രയാണ് 4 4 4 4 4. അപ്പോൾ ഇവർ പറിച്ചെടുത്ത ആവറേജ് പാഷൻ ഫ്രൂട്ട് ഒരു കുട്ടിക്ക് 4 എണ്ണം, ഒരു കുട്ടിക്ക് 4 പാഷൻ ഫ്രൂട്ടാണ് കിട്ടിയത്, അതാണ് ഇതിന്റെ ആവറേജ്. അപ്പോൾ ഒരു കുട്ടിക്ക് 2 കിട്ടിയുള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മൾ എല്ലാവർക്കും കൂടി ഈക്വൽ ആക്കി വീതിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അതാണ് ആവറേജ്. അപ്പോൾ ഇത് നമ്മളിനി
നമ്മൾ പുസ്തകത്തിൽ പേപ്പറിൽ എങ്ങനെ ചെയ്യുന്നില്ല നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഇത് നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യമാണ്. ഈ ഐഡിയ നമ്മൾ എങ്ങനെ പേപ്പറിൽ ചെയ്യുന്നത് നമുക്ക് ക്ലാസ് റൂമിൽ പോയി നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ എല്ലാ പ്ലേറ്റിലും ഈക്വൽ ആക്കിയല്ലോ, തുല്യമാക്കിയല്ലോ. അതിന് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് മാത്തമാറ്റിക്സ് അറിയാലോ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ നോക്കാം. എല്ലാം കൂടി നമുക്കൊരു കൊട്ടയിലേക്ക് കളക്ട് ചെയ്യാം. എല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് വെക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. നമ്മുടെ ഉദ്ദേശം എന്താണ്? എല്ലാവർക്കും തുല്യമാക്കണം, അതല്ലേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഈ 5 പ്ലേറ്റിലേയും കൂടി ഞാൻ ഈ കൊട്ടയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 5 പേർക്കും തുല്യമായി വീതിച്ചു കൊടുക്കാം. നമുക്കറിയാലോ എങ്ങനെ വീതിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊട്ടയുള്ളത് അത് ഓരോന്ന് വെച്ചു കൊടുക്കാം. എല്ലാവർക്കും ഓരോന്ന് വെച്ചു കൊടുക്കാം. ഓരോന്ന് വെച്ചു. ഇനി എൻ്റെ കൊട്ടയിൽ ബാക്കി ഓരോന്നും കൂടി വെച്ചു. 2 ആയപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് വെച്ചു കൊടുക്കാം. ഇനി എൻ്റെ കൊട്ടയിൽ ബാക്കിയുണ്ട്, ഇവിടേക്ക് എത്തിയിട്ടില്ലല്ലേ. ഇനി ബാക്കി ഇനി ഓരോന്നും വെച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും വെച്ചു. കൊട്ടയിലെല്ലാം തീർന്നു. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഈക്വലായിട്ട് വീതിച്ചു. ഇവിടെ നോക്കൂ, ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ എല്ലാവർക്കും 4 4 4 4 കിട്ടിയല്ലോ. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ എല്ലാവർക്കും കിട്ടിയത് ഒന്നിച്ചു കൂട്ടിയിട്ട് അത് 5 പേർക്ക് വീതിച്ചു, 5 പേർക്ക് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ നല്ലത്? നേരത്തെ ചെയ്തത് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ എപ്പോഴും എളുപ്പമായിക്കൊള്ളണമെന്നില്ല. വളരെ എളുപ്പമുള്ള എന്താണ്, എല്ലാവർക്കും കിട്ടിയ കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അത് 5 പേർക്ക് തുല്യമായി വീതിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 5 പേഴ്സൺസിന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് എത്രയായിരുന്നു? എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. ഈ 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. നമുക്കിനി പേപ്പറിലും ചെയ്ത് നോക്കാം, ബോർഡിൽ ചെയ്ത് നോക്കാം. ഓക്കെ. Now we have seen in the video 5 children have collected passion fruits. Look at this picture. They have collected passion fruits. So passion fruits collected by 5 children. Passion fruit collected by 5 children are, what are they? 5. Then next is 3. Next here 6. Next 2. Then 4. These are the passion fruits collected by 5 children. Now, so what we say? How many passion fruit collected by 1 children? How we can answer? It's not easy to answer because it is different number of passion fruits collected by different students. So to get some idea, how many may be the number of passion fruits for 1 child? For this purpose, we use a word. What's the name of the word? Average. Average. So when we find the average, we can tell number of passion fruits collected by 1 children is what we have got from this activity or life practical activity we have done. In our life, we have done the practical adjustments, how we equalize number of passion fruits to each child. So here in mathematics, what shall we do? There will be some simple method in mathematics. What shall we do? We can discuss. Now these are the passion fruits. 5, 3, 6, 2, 4. For 5 children. Now what we have done in that activity? We have collected all. Collected means we added all into one basket. We added 2 baskets. All these 5 plates we added to baskets.
That means this whole number should be added. So sum of all numbers equal to, what shall we do? We want to add 5 plus 3 plus 6 plus 2 plus 4. 5 plus 3 plus 6 plus 2 plus 4. Now, what is this? When we add, what do we get? 5 plus 3, 8. 8 plus 6, 14. 14 plus 2, 16. 16 plus 4, 20. So, we got 20. This is the total number of passion fruits. Total number of passion fruits. We can write total number of passion fruits. Total number of passion fruits equal to 20. Now this 20 passion fruits you have to give to whom? To these 5 children. So we have given one each first time. Later we understood we can give 4. How we got 4? We can check. This 20 should be divided into 5 children. So what we can use the word? We use the word average. Average number of passion fruits. For one child. Average number of passion fruit for one child. Or we can say it is 20. Total is 20. We want to divide into 5. So divide by 5. Because there are 5 children. Now 20 divided by 5. Very simple. Use the table of 5. 1 5s are 5. 2 5s are 10. 3 5s are 15. 4 5s are 20. So 4. We got 4. So this 4 is the average number of passion fruit for one child. That's the idea of average. Now, my dear parents ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മൾ വ്യത്യസ്തമായ നമ്പറുകളിനെ തുല്യമാക്കി വെച്ചാൽ അത് 1 എത്ര ഉണ്ടായിരിക്കും എന്ന ഒരു ഐഡിയ ആണ്. നമ്മൾ ക്രിക്കറ്റ് കളിയിൽ കാണാം, അങ്ങനെ പല കളികളിലും കാണാം. ആവറേജ് സ്കോർ, ആവറേജ് ഗോൾ, ആവറേജ് റണ്ണിങ് അങ്ങനെയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ആവറേജ് ശമ്പളം, ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയുടെ ആവറേജ് ശമ്പളം, മലയാളത്തിൽ നമ്മൾ ശരാശരി പറയും. ശരാശരി ശമ്പളം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആ ഒരു നിലവാരം മനസ്സിലാക്കാൻ വേണ്ടി. ഇനി വേറൊന്ന് പറയാം. ഒരു രാജ്യത്തെ ആളുകളുടെ ശരാശരി പ്രായം അല്ലെങ്കിൽ ആയുസ് കണ്ടുപിടിക്കാറുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ശരാശരി ആയുസ് കൂടുതലായിരുന്നു. ഇപ്പോൾ ശരാശരി ആയുസ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു കുടുംബത്തിലെ ശരാശരി കുട്ടികളുടെ എണ്ണം, പണ്ട് കാലത്തൊക്കെ ഒരു കുടുംബത്തിലെ ശരാശരി കുട്ടികളുടെ എണ്ണം ഒരു 5 ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു കുടുംബത്തിലെ ശരാശരി കുട്ടികളുടെ എണ്ണം 2 ആയി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശരാശരി എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലും 2 ആണോ അതിന്റെ അർത്ഥം? അല്ല. എല്ലാ കുടുംബത്തിലും 2 അല്ല. ചില കുടുംബത്തിൽ കുട്ടികളില്ല, ചില കുടുംബത്തിൽ 1 കുട്ടി, ചില കുടുംബത്തിൽ 2 കുട്ടി, ചില കുടുംബത്തിൽ 3, ചിലതിൽ 4, 5, 6 അങ്ങനെ 10 വരെയൊക്കെ ആവാം. പക്ഷെ ശരാശരി നോക്കുമ്പോൾ ചിലപ്പോൾ 2 ആയിരിക്കാം. ശരിയാ? അപ്പൊ എങ്ങനെ ശരാശരി കണ്ടുപിടിച്ചത്? അത് എല്ലാ കുടുംബത്തിനും കൂടി ഈക്വലാക്കി വെക്കുകയാണെങ്കിൽ എത്രയുണ്ട്, അതാണ് ശരാശരി. പണ്ടത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ ശരാശരി 5 എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലും 5 കുട്ടികൾ എന്നല്ല. ചില കുടുംബത്തിൽ കുട്ടികൾ ഉണ്ടാവില്ല, ചില കുടുംബത്തിൽ 1 കുട്ടി, ചിലതിൽ 2, 3 അങ്ങനെ 5, 10, 12 എല്ലാം ഉണ്ടാവും. അപ്പോൾ
എല്ലാ കുടുംബത്തിലും ഈക്വലാക്കി നമ്മൾ ആ കുട്ടികളെ ഇങ്ങനെ വീതിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ എത്ര ഉണ്ടാവും, അതാണ് ശരാശരി എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന വേർഡ് ആവറേജ്. ആവറേജ് ഇത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു കുട്ടിയുടെ ആവറേജ് മാർക്ക് എത്ര. ഇപ്പോൾ കുട്ടിക്ക് പല പല എക്സാമുകൾ നടക്കും. ഒരു വർഷം തീരുമ്പോൾ 5-6 എക്സാം നടക്കും. അപ്പോൾ ഈ കുട്ടിയുടെ നിലവാരം നമ്മൾ മനസ്സിലാക്കുക ഒരു എക്സാം വെച്ചിട്ടല്ല. ചിലപ്പോൾ കുട്ടിയുടെ ആനുവൽ എക്സാം മാത്രം വെച്ച് കുട്ടിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ എന്തുണ്ടാവുക, ആനുവൽ എക്സാമിന്റെ സമയത്ത് കുട്ടിക്ക് പനി പിടിച്ച് പഠിക്കാൻ പറ്റിയില്ല, എക്സാം വേണ്ടത്ര നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആനുവൽ എക്സാമിന്റെ മാർക്ക് മാത്രം നോക്കുമ്പോൾ കുട്ടി വളരെ പിന്നിലായി തോന്നും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു കുട്ടിയുടെ ആ വർഷത്തെ എല്ലാ എക്സാമുകളും എടുത്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ കുട്ടിയുടെ നിലവാരം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അതുപോലെ ഒരു ക്ലാസിന്റെ നിലവാരം അറിയാൻ അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും മാർക്കിന്റെ ആവറേജ് കാണും. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ കുട്ടികൾ പാഷൻ ഫ്രൂട്ട് കളക്ട് ചെയ്തപ്പോൾ അവർക്ക് വ്യത്യസ്തമായിട്ടാണ് കിട്ടിയത്. അതിന്റെ ആവറേജ് കണ്ടുപിടിച്ചത് ആ പാഷൻ ഫ്രൂട്ട്സ് 5, 3, 6, 2, 4 എങ്ങനെയായിരുന്നു. ഇതിന്റെ ആവറേജ് കാണാൻ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തിരുന്നു, ആക്ടിവിറ്റി ചെയ്തില്ല, എല്ലാം കൂടി തുല്യമായി വീതിച്ചു. അപ്പോൾ മാത്സിൽ എങ്ങനെ ചെയ്യുന്നത്, പ്ലേറ്റ് വേണ്ട, ഒന്നും വേണ്ട, ആ നമ്പർ കിട്ടിയാൽ മതി. എങ്ങനെ ചെയ്യും, ഈ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുന്നു. 20 കിട്ടുക. അത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പാഷൻ ഫ്രൂട്ട്സ് ആണ്. പാഷൻ ഫ്രൂട്ട് ആകെ എത്ര ഉണ്ട്, അതാണ് 20. എന്നിട്ട് എന്ത് ചെയ്തു, എത്ര കുട്ടികളാണ് ഇത് കളക്ട് ചെയ്തത്, ഇത് പറിച്ചെടുത്തത് 5 കുട്ടികളാണ്. അപ്പോൾ ഈ 5 കുട്ടികൾ തുല്യമായി വീതിക്കണമെങ്കിൽ ഈ 20യെ 5 പേർക്ക് വീതിച്ചു കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. തുല്യമായി ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞിരുന്നല്ലോ മുമ്പത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടി, 4 കിട്ടി. അപ്പോൾ ഒരാൾക്ക് 4 എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ തുല്യമാക്കുമ്പോൾ ഒരാൾക്ക് 4 കിട്ടി. സത്യത്തിൽ 4 അല്ലല്ലോ, വ്യത്യസ്തമാണ്. തുല്യമാക്കുകയാണെങ്കിൽ 4 കിട്ടും. അതാണ് ഈ നമ്പേഴ്സിന്റെ ആവറേജ്. അപ്പൊ എന്താണ്, ആവറേജ് നമ്പർ ഓഫ് പാഷൻ ഫ്രൂട്ട്സ് ഫോർ 1 ചൈൽഡ്. ഒരു കുട്ടിക്കുള്ള ആവറേജ് ആണ്. നമ്മൾ ഒരു കുട്ടിയുടെ ആവറേജ് എന്നാ പറയാം. ഒരു കുട്ടിയുടെ ആവറേജ് പാഷൻ ഫ്രൂട്ട് അങ്ങനെ പറയാം. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇനി എന്തിന്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ, ആ നമ്പറിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതിന് ആകെ എത്ര നമ്പേഴ്സിന് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നോക്കൂ, വാട്ട്സ് ആവറേജ് ഓഫ് 5, 3, 6, 2 and 4. ഈ നമ്പേഴ്സിന്റെ ആവറേജ് എത്ര എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക, ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുക. എത്ര ആളുണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ട്, 1, 2, 3, 4, 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 5 നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 10 നമ്പേഴ്സ് തന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ആവറേജ് എങ്ങനെ കാണും, 1 മുതൽ 10 വരെ ആഡ് ചെയ്യുക, ടോട്ടൽ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ എന്തുകൊണ്ട് ചെയ്യണം, ഡിവൈഡ് ബൈ 10 നമ്പേഴ്സ് ആണല്ലോ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി 2, 5, 7 ഇതിന്റെ ആവറേജ് എങ്ങനെയാണ്, 2, 5, 7. 2, 5, 7 ആഡ് ചെയ്യുക. എന്നിട്ടോ ഇത് എത്ര ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായോ. അപ്പോൾ ഒരു ചെറിയ സ്ഥാപനത്തിൽ 10 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഈ 10 പേർക്ക് ഒരാള് എന്താണ്, ക്ലീനിങ്ങിന് വരുന്ന ആളാണ്. നമ്മൾ സാധാരണ അറിയാം ശമ്പളം കുറവായിരിക്കും. പിന്നെ അവിടെ ഉള്ളത് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, സാധനം ലോഡ് ചെയ്യാൻ അൺലോഡ് ചെയ്യാനൊക്കെ. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂലി കൂടും, സാലറി കൂടുതലുണ്ടാവും. പിന്നെ ഒരാൾ മാനേജറാണ്. മാനേജർക്ക് സാധാരണ കുറെ യോഗ്യതകൾ വേണം, അപ്പോൾ അയാൾക്ക് സാലറി അതിലും കൂടുതലായിരിക്കും. പിന്നെ ഉള്ളതൊക്കെ ഒരേ നിലവാരത്തിലെ കുറെ തൊഴിലാളികൾ, അവർക്ക് ഒരേ സാലറി ആയിരിക്കും. അപ്പോൾ അവിടെ 10 പേരുണ്ട്, 10 പേർക്ക് വ്യത്യസ്ത സാലറിയാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ആ കമ്പനിയിലെ ശരാശരി സാലറി, ശമ്പളം എത്ര എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ 10 പേരുടെ സാലറികൾ എഴുതി വെക്കുന്നു. ഈ 10 നമ്പേഴ്സ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അവിടെ 10 നമ്പേഴ്സാണ് ഉള്ളത്, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ആവറേജ് കണ്ടുപിടിക്കുന്ന ഫോർമുല. നോക്കൂ, എന്താണിത്, ആവറേജ് ഈക്വൽ ടു സം ഓഫ് ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. അതായത് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ഏതെല്ലാം നമ്പേഴ്സിൻ്റെ ആവറേജാണോ കാണേണ്ടത് ആ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ
അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര ഉണ്ടോ അത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ ആവറേജ് കാണാൻ ചെയ്യുന്ന ഫോർമുല. ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പേജ് നമ്പർ 31 എക്സസൈസ് നമ്പർ 3 ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ABCDE വളരെ സിമ്പിളാണ്, നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 വേർഡ് പ്രോബ്ലമാണ്. നമുക്കിപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ, നമുക്കൊന്ന് വേർഡ് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 9 കൗണ്ടിങ് നമ്പേഴ്സ്. 1 2 3 4 5 6 7 8 9. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 9 കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സിൽ ആദ്യത്തെ 9 നമ്പേഴ്സിന്റെ ആവറേജ് കാണണം. ആ കൗണ്ടിങ് നമ്പർ എന്ന് പറഞ്ഞതാണ് കൗണ്ട് ചെയ്യുന്ന നമ്പർ. നമ്മൾ കൗണ്ട് ചെയ്യില്ലേ, സാധനങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 അതാണ് കൗണ്ടിങ് നമ്പേഴ്സ്. ഇനി അതല്ലാത്ത പേരുകൾ വരും, വലിയ ക്ലാസ്സിൽ മനസ്സിലാവും. ഹോൾ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഫ്രാക്ഷൻസ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, റിയൽ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ വരും. അത് പിന്നീട്. ഇപ്പൊ നമുക്ക് ഓർക്കേണ്ടത് കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് നമ്മൾ സാധാരണ സാധനങ്ങൾ എണ്ണി നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ് കൗണ്ടിങ് നമ്പേഴ്സ്. പിന്നെ 0 കൂടി വരുമ്പോൾ അതിന് വേറെ പേര് വരും. പിന്നെ അതിൻ്റെ അടുത്ത് 1/2 1/3 ഇങ്ങനെ ഫ്രാക്ഷൻസ് വരുമ്പോൾ വേറെ പേര് വരും. ഇപ്പോൾ തൽക്കാലം കൗണ്ടിങ് നമ്പേഴ്സ് എല്ലാവർക്കും അറിയാലോ, കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ. ആദ്യത്തെ 9 കൗണ്ടിങ് നമ്പേഴ്സ് ആണ് ഏതാണ്? 1 മുതൽ 9 വരെ. ഇതിന്റെ ആവറേജ് കാണാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം? ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഏതൊക്കെയാണ് കൗണ്ടിങ് നമ്പേഴ്സ്? അപ്പോൾ നമ്മൾ എന്താ പഠിച്ച ആവറേജിന്റെ ഫോർമുല എന്താണ്? ആവറേജ് ഈക്വൽ ടു sum of all, ഇവിടെ എന്താണ്? നമ്പേഴ്സ് അല്ലേ. സം ഓഫ് ഓൾ നമ്പേഴ്സ് divided by number of numbers. ആകെ തന്ന നമ്പേഴ്സ് സം ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? എത്ര നമ്പേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? 1009 കൗണ്ടിങ് നമ്പേഴ്സ് 1 to 9 ആണല്ലോ. അതിനെ ആഡ് ചെയ്തിട്ട് എന്ത് ഡിവൈഡ് ചെയ്യണം? പിന്നെ എന്ത് ചെയ്യണം? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? അത് സം ഓഫ് നമ്പേഴ്സ് കണ്ടുപിടിക്കണ്ടേ? സം ഓഫ് നമ്പേഴ്സ് 1 plus 2 plus 3 plus 5 plus 6 plus 7 plus 8 plus 9 equal to, add here, 1 plus 2 3, 3 plus 3 6, 6 plus 4 there is 4. 1 plus 2 3, 3 plus 3 6, 6 plus 4 10, 10 plus 5 15, 15 plus 6 21, 21 plus 7 28, 28 plus 8 36, 36 plus 9 45. So we got 45. Now number of numbers. എത്ര നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്? 9 നമ്പേഴ്സ്. സോ 9. അപ്പോൾ 45 9 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആവറേജ് ഈക്വൽ ടു, അപ്പോൾ ഈ നമ്പേഴ്സിന്റെ ആവറേജ് ആണ്. എങ്ങനെയാണ് കാണുന്നത്? സം ഓഫ് നമ്പേഴ്സ് എത്രയാണ്? 45 ഡിവൈഡഡ് ബൈ, പിന്നെ നമ്പർ ഓഫ് നമ്പേഴ്സ് എത്ര നമ്പേഴ്സ് ഉണ്ട്? അത്രയാണ് 9. Now 45 by 9, use the table of 9, we will get 5. 5 9s are 45. അതായത് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്, അതെല്ലാം കൂടി തുല്യമാക്കിയാൽ ഓരോന്നും 5 ആയി മാറുന്നതിന്റെ അർത്ഥം. ശരിയോ? ഈ 1 ചെറുതാണ്, അപ്പൊ 9 കുറച്ചും കൂടി എടുക്കുന്നു, 2 ചെറുതാകുമ്പോൾ 8 കുറച്ചും കൂടി എടുക്കുന്നു, അങ്ങനെ എടുക്കുമ്പോൾ ഏത് കിട്ടുന്നു? 5 കിട്ടുന്നു. എല്ലാം ഈ 5 തുല്യമായി മാറും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നതും അങ്ങനെയാണ്. അപ്പോൾ സാധാരണ നമുക്ക് എന്തെങ്കിലും കിട്ടിയ എല്ലാവർക്കും ഒരുപോലെ ഷെയർ ചെയ്യുമല്ലോ, ഈക്വൽ ആക്കുമല്ലോ. അപ്പോൾ ചെയ്യുന്ന ടെക്നിക്കാണ് ഈ ആവറേജ് എന്ന് പറഞ്ഞത്. ഓക്കെ, സിമ്പിൾ ആണല്ലോ.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. The number of students in 6 sections of class 5 in Vidya School are 43, 46, 40, 43, 44, 42. Find the average number of students per class. ഇവിടെ ഒരു സ്കൂളിൽ 5th ക്ലാസ്സിന്റെ 6 ഡിവിഷനുകളുണ്ട്. 6 ഡിവിഷനിലും കുട്ടികളുടെ എണ്ണമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഡിവിഷനിൽ 43 ആണ്, മറ്റത് 46 ആണ്, അടുത്ത 40, പിന്നെ 43, പിന്നെ 44, പിന്നെ 42 ഇങ്ങനെയാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദി ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പെർ ക്ലാസ്. ഒരു ക്ലാസ്സിൽ ആവറേജ് എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇതേ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ആദ്യം ഫോർമുല എന്താണ്? ആവറേജ് ഇസിക്കൽ ടു സം ഓഫ് നമ്പേഴ്സ്, സം ഓഫ് ക്വാണ്ടിറ്റീസ്. എന്താണ് തന്നിട്ടുള്ളത്? അതിന്റെ സം കാണും. എന്നിട്ടോ ഡിവൈഡ് ബൈ എത്ര ക്വാണ്ടിറ്റികൾ തന്നിട്ടുണ്ട്, എത്ര എമൗണ്ടുകൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം കണ്ട ഇവിടെ എന്താണ്? കുട്ടികളുടെ എണ്ണം. അപ്പോൾ സം ഓഫ് ഓൾ സ്റ്റുഡൻസ്, സം ഓഫ് ഓൾ സ്റ്റുഡൻസ്, സം ഓഫ് ഓൾ സ്റ്റുഡൻസ് ഈക്വൽ ടു എങ്ങനെ കാണണം? ഏതൊക്കെയാണ് കുട്ടികൾ? 43 പ്ലസ് 46 പ്ലസ് 40 പ്ലസ് 43 പ്ലസ് 44 പ്ലസ് 42. ഇത്രയും നമ്പേഴ്സാണ്. ഓരോ ക്ലാസ്സിലെ കുട്ടികളാണിത്. ഓരോ ക്ലാസ്സിലെ കുട്ടികൾ 1, 2, 3, 4, 5, 6 ക്ലാസ് ഉണ്ട്. 6 ഡിവിഷനിലെ കുട്ടികളുടെ എണ്ണമാണ്. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതാണ് സം ഓഫ് ഓൾ സ്റ്റുഡൻസ് ഈക്വൽ ടു. ആഡ് ചെയ്ത് നോക്കാം. താഴെ എഴുതി ആഡ് ചെയ്യാം അല്ലേ? ചെയ്യണം. എന്ത് ചെയ്യാം? 43, 46, 40, 43, 44, 42 ഇങ്ങനെ ആഡ് ചെയ്യാലോ. ഇങ്ങനെ സൗകര്യം, ഇങ്ങനെ എളുപ്പം. താഴെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. 3 ഉം 6 ഉം 9, 9 ഉം 3 ഉം നോക്കാം. 12, 12 ഉം 4 ഉം 16, 16 ഉം 2 ഉം 18. 18 8 കൂടെ എഴുതുന്നു, 1 കൂടെ എഴുതി. ഇനി ഇങ്ങനെ ഒരു ഐഡിയ ഉപയോഗിക്കട്ടോ. 4, 4, 4, 4, 4, 4 എല്ലാം 4 ആണ്. എത്ര 4 ഉണ്ട്? 6 4 ഉണ്ട്. 6 4 കൂടുമ്പോ എത്രയാവും? 6 4s are 24 അല്ലെ? 24 1 ഉം 25 കിട്ടും. അങ്ങനെ നമ്മുടെ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കാം. ഇവിടെ എല്ലാം 4 ആയതുകൊണ്ട് 6 times 4 ഉണ്ടാകുമ്പോൾ 6 4s 24 നമുക്കറിയാം. 4 6 6 4കൾ ചേരുമ്പോൾ 24 ആണ്. പിന്നെ ഇവിടെ ഒന്ന് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 25 258 അതാണ് ഇത്. 258 എന്ത് കിട്ടി? സം ഓഫ് ഓൾ സ്റ്റുഡൻസ്. എല്ലാ ക്ലാസ്സിലെ കുട്ടികളുടെ കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത്ര കിട്ടുന്നു. ഇനി നമുക്കത് എന്ത് ചെയ്യണം? അതിന്റെ ആവറേജ് കാണാനാൽ ഓരോന്നിലേക്കും തുല്യമായി വീതിക്കണം. അതാണ് ആവറേജ്. നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ എത്ര ക്ലാസ്സിന്റെ അത് എഴുതി വെക്കണം. അപ്പൊ എന്താണ്? നമ്പർ ഓഫ്, ഇവിടെ ഡിവിഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻസ് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? സെക്ഷൻസ് ആണ് സാധാരണ ബുക്കിലേക്ക് ഉപയോഗിക്കും. നമ്പർ ഓഫ് സെക്ഷൻസ്. എന്നാണ് നമ്മള് റെക്കോർഡുകൾ, പുസ്തകങ്ങളിലൊക്കെ സ്കൂളിന്റെ റെക്കോർഡുകളൊക്കെ ഉപയോഗിക്കുക. ഡിവിഷൻ എന്ന് പറയാറില്ല, സെക്ഷൻസ്. അപ്പൊ സെക്ഷൻ എത്ര സെക്ഷനാണ്? 6 സെക്ഷൻ. അതായത് 5A, 5B, 5C, 5D, 5E, 5F വരെയുണ്ട് ആ സ്കൂളിൽ നിർത്താം. ഓക്കെ. അപ്പോൾ 6 ഡിവിഷൻ. ഇനി എന്തുണ്ട്? ആവറേജ്. ആവറേജ് എന്താ ക്വസ്റ്റ്യൻ? ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഫുൾ എഴുതുമ്പോൾ ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ? ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പെർ ക്ലാസ് എന്നാണ്. അല്ലെങ്കിൽ ഇൻ വൺ ക്ലാസ്. സ്റ്റുഡൻസ് പെർ ക്ലാസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? നമ്മളെന്താ ഫോർമുല പഠിച്ചത്? ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. സം ഓഫ് ക്വാണ്ടിറ്റീസ് പറഞ്ഞാൽ ഈ 258
ഡിവൈഡഡ് ബൈ പിന്നെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് 6. ഈ 250 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ എഴുതിക്കുന്നു 250 6 കൊണ്ട് ഡിവൈഡ് എത്ര കിട്ടും? നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയേക്കാം അല്ലെ, ഒരു സ്ഥലം ഇല്ലാത്തോടെ കൂടെ എഴുതാം. 258 ഡിവൈഡ് ബൈ 6. ഇവിടെ 2 പോയില്ല, 2 and 25 എടുത്തു. 25 4 times 4 6 24 കിട്ടി. ഇവിടെ 1 കിട്ടി. ഇവിടെ 8 18 കൊണ്ടുവന്നല്ലോ. 18 6 3 times. അപ്പോൾ 18 തീർന്നു. 0 ഇനൊന്നും കൊണ്ടുവരാല്ലോ, തീർന്നു. അപ്പോൾ 43. അപ്പോൾ 43. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു ക്ലാസ്സിൽ 43, ഒരു ഡിവിഷനിൽ 43 സ്റ്റുഡൻസ് ഉള്ളത്. എങ്ങനെയാക്കുമ്പോ സത്യത്തിൽ 43 അല്ല, 43 ഉണ്ട്, 46 ഉണ്ട്, 14 എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷെ അതെല്ലാം കൂടി തുല്യമായിരുന്നെങ്കിൽ ഒരു ക്ലാസ്സിൽ 43 ഉണ്ടാവും. അതാണ് ആവറേജിന്റെ മീനിങ്. ഓക്കെ, എന്ത് ചെയ്തു? എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്ര ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. എല്ലാം കൂടി ആഡ് ചെയ്തു. 258. ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 ക്വാണ്ടിറ്റീസ് ഉണ്ട്. 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇനി നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 4. അത് നമുക്ക് വേണ്ട, അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അത് വേണ്ട കേട്ടോ. 4 വേണ്ട, ക്യാൻസൽഡ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഒരു രസകരമായ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട്സ് ക്വസ്റ്റ്യൻ? ദി ഹൈറ്റ്സ് ഓഫ് 6 friends in a class are 150 centimeter, 155 centimeter, 140 centimeter, 150 centimeter, 145 centimeter, 142 centimeter. എന്താ തന്നുള്ളത്? 6 ഫ്രണ്ട്സിന്റെ ഹൈറ്റ് തന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഹൈറ്റ് നമ്മൾ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ ഇപ്പോൾ താഴെ മുതൽ തലന്റെ അറ്റം വരെ അളക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മളത്. നിങ്ങൾ അളന്ന് നോക്കൂ, നിങ്ങളത് എത്രയാണ് ഹൈറ്റ്. ഏകദേശം ഈ ഹൈറ്റാണ് വരിക. ഈ പ്രായത്തിലെ കുട്ടികൾ കുറച്ചുകൂടി മുതൽ നമ്മുടെ പാരന്റ്സിന്റെ ഹൈറ്റ് നോക്കുമ്പോൾ ഒരു 180 സെന്റിമീറ്റർ അടുത്ത് വരും. 170 175 അങ്ങനെയൊക്കെ വരും. ഇവിടെ നമ്മൾ കുട്ടികളുടെ 150 അടുത്ത് വരാം. എന്നാൽ അളന്ന് നോക്കട്ടോ, ടേപ്പൊക്കെ എടുത്തിട്ട് അളന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 6 ഫ്രണ്ട്സിന്റെ ഹൈറ്റുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ആവറേജ് ഹൈറ്റ്. അപ്പോൾ ആവറേജ് ഹൈറ്റ് കാണണം. ഒരു കുട്ടിയുടെ ഹൈറ്റ് തുല്യമാക്കിയാൽ എത്ര ഉണ്ടാവും, അതാണ് ആവറേജിന്റെ മീനിങ്. ഇപ്പൊ എല്ലാ കുട്ടികളും ഡിഫറെന്റ് ഹൈറ്റാണ്. സാധാരണ ഒരു ക്ലാസ്സിൽ ഒരേ ഹൈറ്റ് ലെവലിലെ കുട്ടികൾ ഉണ്ടാവുക, ഡിഫറെന്റ് ഹൈറ്റ്. ആ കുട്ടികളുടെ ഹൈറ്റ് ഒക്കെ ഒരുപോലെ ആക്കാൻ പറ്റുമെങ്കിൽ ഒരു കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്, അതാണ് ആവറേജ് ഹൈറ്റ്. അപ്പൊ അത് കണ്ടുപിടിക്കണം. എങ്ങനെ കാണുന്നത്? നമ്മുടെ ഫോർമുല ഉണ്ട്. എന്താണ് ഫോർമുല? ആവറേജ് ഈക്വൽ ടു സം ഓഫ് ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇവിടെ അത് ആദ്യം കണ്ടുപിടിക്കാം. രണ്ടാമത്തെ എന്താണ്? ഹൗ മെനി ചിൽഡ്രൻ ആർ ടോളർ ദാൻ ദി ആവറേജ് ഹൈറ്റ്. ആവറേജ് ഹൈറ്റിനേക്കാൾ കൂടിയ എത്ര കുട്ടികളുണ്ട്? ടോളർ ആയത്. ടോളർ എന്ന ഉയരം കൂടിയത് എത്ര ആളുകളുണ്ട്? പിന്നെന്താണ്? ഹൗ മെനി ആർ ഷോർട്ടർ ദാൻ ദ ആവറേജ് ഹൈറ്റ്. ആവറേജ് ഹൈറ്റിനേക്കാൾ ഉയരം കുറഞ്ഞവർ എത്ര പേരുണ്ട്? അവ രണ്ടും കാണണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ എ പാർട്ട് ഫൈൻഡ് ദി ആവറേജ് ഹൈറ്റ് കാണണം. അപ്പോൾ നോക്കുക, നമുക്ക് ആവറേജ് ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? സം ഓഫ് ക്വാണ്ടിറ്റീസ് വേണം, നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് വേണം. സം ഓഫ് ക്വാണ്ടിറ്റീസ് എന്നാൽ ഈ കാണുന്ന എല്ലാ ഹൈറ്റുകളുടെ സമ്മ് കാണണം. അപ്പൊ നോക്കാം. സം ഓഫ്, ഇവിടെ എന്താണ്? ക്വാണ്ടിറ്റീസ് എന്താണ്? ഹൈറ്റുകളാണ്. സം ഓഫ് ഹൈറ്റ്സ് ഈക്വൽ ടു എത്ര? ഒരു നമ്പേഴ്സ് 150 പ്ലസ് 155 പ്ലസ് 140 പ്ലസ് 150 പ്ലസ് 145 പ്ലസ് 142. ആ നമ്പേഴ്സിന്റെ ഒക്കെ സമ്മ കാണണം. ഓക്കെ, ഈ സമ്മാണ് എന്ത് ചെയ്യണം? ഇവിടെ താഴത്തെ എഴുതിയായിരിക്കും സൗകര്യം. ഓക്കെ, താഴത്തെ എഴുതാം. 150 155 140 150 145 142 എല്ലാം കൂടി ആഡ് ചെയ്യണം. ശരിയല്ലേ? വായിച്ചു നോക്കൂ. 150 155 140 150 145 142. ഇതാണ് 6
ഫ്രണ്ട്സിന്റെ ഹൈറ്റുകൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതാണ് സം ഓഫ് ക്വാണ്ടിറ്റീസ്. നമുക്ക് ആദ്യം കാണും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 5 10 10 പ്ലസ് 2 12 12 എഴുതി 1 ഇവിടെ ഉണ്ട്. ഇനി 1 5 6 6 പ്ലസ് 5 11 11 പ്ലസ് 5 സോറി 11 പ്ലസ് 4 4 15 15 പ്ലസ് 5 20 20 പ്ലസ് 4 24 പ്ലസ് 4 28 28 2 8 ഇവിടെ എഴുതി 2 ഇവിടെ എഴുതി 2 പ്ലസ് 1 3 3 പ്ലസ് 1 4 4 പ്ലസ് 1 5 5 പ്ലസ് 1 6 പ്ലസ് 1 7 പ്ലസ് 1 8 882. ശരിയല്ലേ? നോക്കൂ, ശരിയല്ലേ? നോക്കൂ, 882. That is equal to 882. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താണ് ഫോർമുലയില് സം ഓഫ് ക്വാണ്ടിറ്റീസ് കണ്ടു. ഇനിയോ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോ ഇവിടെ എന്താണ് നമ്പർ ഓഫ് എന്താ ഹൈറ്റുകളാണ് അല്ലെ? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോ ഇത് കുട്ടികളാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സ് ഉപയോഗിച്ചു. നമ്പർ ഓഫ് ഫ്രണ്ട്സ്. എത്ര കുട്ടികളാണ് പറഞ്ഞത്? നോക്കൂ, എത്ര ഉണ്ട്? 1 2 3 4 5 6 6 6 അത് എഴുതി വെച്ചു. ഇനി നമ്മള് ആവറേജ് കാണണം. അപ്പോ ആവറേജ് ഈക്വൽ ടു ഏതാണ്? സം ഓഫ് ക്വാണ്ടിറ്റീസ് 882 ഡിവൈഡഡ് ബൈ the formula sum of quantities divided by number of quantities. Number of quantities 6 equal to ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഇവിടെ ചെയ്യാം. 882 divided by 6. 8 6 ഉണ്ടാവും, 1 times 6 എഴുതി സബ്ട്രാക്ട് 2 വരും. 8 താഴേക്ക് കൊണ്ടുവന്നു 8 കിട്ടി. 28 28 6 4 അല്ലേ? 4 6 are 24. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 കിട്ടി. 2 minus 2 0 ആണ്. ഇനി 2 താഴേക്ക് കൊണ്ടുവന്നു 42 ആയി. 42 എത്ര? 6 ആണ്. 7 അല്ലേ? 6 7s are 42. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വന്നു. ഇനൊന്നും കൊണ്ടുവരാനില്ല, നിർത്തി. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 147 കിട്ടി. അതാണ് ഇതിന്റെ ആവറേജ്. പക്ഷെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പറഞ്ഞത് സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ അതും കൂടി ഇതിനെ കൂടെ എഴുതണം. ഇത് സാധാരണ നമ്പർ അല്ല, സെന്റിമീറ്ററിലാണ് ഹൈറ്റ് അളന്നിട്ടുള്ളത്. അപ്പൊ സെന്റിമീറ്റർ. അപ്പോ ഒരു കുട്ടിയുടെ ആവറേജ് ഹൈറ്റ് 147 സെന്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? എളുപ്പമാണല്ലോ അല്ലെ? എന്താണ് ഇതില് സെക്കൻഡ് പാർട്ട്? എന്താണ്? ഹൗ മെനി ചിൽഡ്രൻ ആർ ടോളർ ദാൻ ദി ആവറേജ് ഹൈറ്റ്. ഇതാണ് ആവറേജ് 147. ഇതിനേക്കാൾ കൂടിയ ഹൈറ്റുള്ള എത്ര ആളുകളുണ്ട്? എന്താണ്? എത്ര ആളുകളുണ്ട്? ഇങ്ങനെ കണ്ടുപിടിക്കാം. 147നേക്കാൾ കൂടുതലായിരിക്കും. 147 കൂടുതൽ ഒന്നുണ്ട് അല്ലേ? ഇവിടെ ഒന്ന്. അതെ, ഇതോ? അത് കൂടുതലല്ലേ? കുറവാണ്. ഇതോ? ഇത് 147നേക്കാൾ കൂടുതൽ. അപ്പൊ മാർക്ക് ചെയ്യാണ്. 1 ഇവിടെ 1. 147നേക്കാൾ കൂടിയ നമ്പർ ഏതാണ്? ഇവിടെ 1. പിന്നെ ഉണ്ടോ? ഇല്ല. അപ്പോ 1 2 3 സ്റ്റുഡൻസ് ആർ ടോളർ ദാൻ ദി ആവറേജ് ഹൈറ്റ്. അപ്പം ഇവിടെ എഴുതി വെക്കണം അല്ലേ? മാറ്റിട്ട് നമുക്ക് നിങ്ങളിതിന് താഴെ എഴുതണേ. എന്ത് ചെയ്ത് ക്വസ്റ്റൻ എന്താ വെച്ചാൽ ഹൗ മെനി ആർ ടോളർ ദാൻ ആവറേജ് ഹൈറ്റ്. അപ്പൊ എത്ര കിട്ടിയത്? 3 children are taller than average height. Three children are taller than average height. ഇനി അടുത്തെന്താണ്? ഹൗ മെനി ആർ ഷോർട്ടർ ദാൻ ദി ആവറേജ് ഹൈറ്റ്. ഈ ആവറേജ് ഹൈറ്റിനേക്കാൾ ചെറിയ ആളുകൾ എത്ര? കുറവുള്ള ആളുകൾ എത്രയാണ്? ഓക്കെ, 147നേക്കാൾ കുറവുള്ളത് എത്രയാണ്? 140 കൂടെ 145 ഉണ്ട്, 142 ഉണ്ട്. 1 2 3 അതും 3 ആണ്. അപ്പൊ എന്ത് ചെയ്തു? 3 ചിൽഡ്രൻ ആർ എന്താണ് ഷോർട്ടർ എന്നുണ്ട്.
shorter than average height. Okay. അപ്പോൾ ഇത്രയും കൂടി ചെയ്താൽ ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇങ്ങനെ വേർഡ് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആവറേജിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു നമ്പേഴ്സാണ്. സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്പേഴ്സിന്റെ ആവറേജ് കാണാൻ അത് നമുക്ക് കാണാം. അത് വീഡിയോ അല്ലാതെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഒരു ചെറിയ ടോപ്പിക് കൂടി ഉണ്ട്, യൂണിറ്ററി മെത്തേഡ്. അത് നമുക്ക് തൽക്കാലം മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ യൂണിറ്ററി മെത്തേഡ് എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. പേജ് നമ്പർ 32 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദി പ്രൈസ് ഓഫ് എ ഡസൻ ഓഫ് നോട്ട്ബുക്ക് ഈസ് 144. ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് 20 നോട്ട്ബുക്സ്. ദി പ്രൈസ് ഓഫ് എ ഡസൻ നോട്ട്ബുക്സ് ഈസ് ₹144. ഒരു ഡസൻ നോട്ട്ബുക്കിന് 144 റുപ്പീസാണ്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്ര നോട്ട്ബുക്കാണ്? ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അപ്പോൾ 12 നോട്ട്ബുക്കിന് 144. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് 20 നോട്ട്ബുക്സ്. അങ്ങനെയാണെങ്കിൽ 20 നോട്ട്ബുക്സിന് എത്ര രൂപ കൊടുക്കണം? ഇപ്പം എന്ത് ചെയ്യാം? നമുക്ക് മുതിർന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. 144 റുപ്പീസ് 12 നോട്ട്ബുക്കിന്റെ വിലയാണ്. അപ്പോൾ ഒരു നോട്ട്ബുക്കിന്റെ വില കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? 144നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് 144 ഡിവൈഡ് ബൈ 12 കണ്ടുപിടിച്ചാൽ നമുക്ക് 12 കിട്ടും ആൻസർ. അതിന്റെ ഒരു നോട്ട്ബുക്കിന്റെ വില കിട്ടും. അത് 12 ആണ്. 12 × 12 144 ആണ്. അതുകൊണ്ട് ഒരു നോട്ട്ബുക്കിന്റെ വില കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് 20 നോട്ട്ബുക്സിന് വില എന്ത് ചെയ്യണം? ഒരു നോട്ട്ബുക്കിന് 12 റുപ്പീസാണ് കിട്ടും. അപ്പോൾ 20 നോട്ട്ബുക്സിനോ 12 × 20 മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അത്രേ ഉള്ളൂ. പക്ഷെ ഈ പ്രായമുള്ള കുട്ടികൾക്ക് അത് ചിലപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഒരു ബേസിക് ടോപ്പിക് അല്ല. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നമ്മൾ പഠിച്ചു, അതിന്റെ അപ്ലിക്കേഷനായി വരുന്നതൊക്കെ. അതിലൊരു അപ്ലിക്കേഷൻ ഇതാണ്. ആവറേജ് ഒരു അപ്ലിക്കേഷൻ ആയിരുന്നു, അത് നമ്മൾ ചെയ്തു. ഇത് കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? തൽക്കാലം മാറ്റി വെക്കുന്നു. ഇതൊക്കെ വലിയ ക്ലാസ് എത്തുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മനസ്സിലാവും. നമ്മൾ ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഉദാഹരണത്തിന് 2 നോട്ട്ബുക്ക് വാങ്ങിക്കൊണ്ടുവന്ന കുട്ടി. അപ്പോൾ കുട്ടിക്ക് അറിയാലോ 2 നോട്ട്ബുക്കിന് 60 റുപ്പീസ് കൊടുത്തു. അപ്പോൾ കുട്ടിക്ക് അറിയാം 2 നോട്ട്ബുക്ക് 60 ആകുമ്പോൾ ഒരു നോട്ട്ബുക്കിന് 30 റുപ്പിയാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ 10 നോട്ട്ബുക്ക് വാങ്ങിയിരുന്നെങ്കിൽ എത്ര കൊടുക്കണമായിരുന്നു? എത്രയാണ്? ഒരു ബുക്കിന് 30 അല്ലേ? അപ്പോൾ 10 ബുക്കിന് 30 × 10 കണ്ടുപിടിച്ചാൽ മതി. ആ കുട്ടികൾക്ക് ഡെയിലി ലൈഫിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ എക്സസൈസ് ചെയ്യുന്നില്ല. ഓക്കെ.